ഇന്നത്തെ കാലത്ത് ഒരു സർക്കാർ ജോലി കിട്ടാൻ എന്തൊക്കെ ചെയ്യണം? പണ്ടൊക്കെയാണെങ്കിൽ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മതി. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാലും കോടതിയിൽ പോകണം, സമരം ചെയ്യണം, മുട്ടിലെഴയണം. തൊഴിലില്ലായ്മ കാരണം നാട് വിടുകയാണ് കേരളത്തിലെ യുവത. PSC പരീക്ഷ എഴുതി ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ജോലി കിട്ടാൻ എത്ര കാലം കാത്തിരിക്കണം? 40 വയസ്സ് തികഞ്ഞ കണ്ണൂർ ഇരിട്ടി സ്വദേശി സുധീഷിന് ഇപ്പോഴും ഉത്തരമില്ല. LDV ഡ്രൈവർ ഗ്രേഡ് 2 പരീക്ഷയിൽ 93-ാം റാങ്കുകാരനാണ്. 2021 ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിപ്പിച്ചു. താൽക്കാലികക്കാരെ തിരികെ കയറ്റിയതോടെ സർക്കാർ ജോലി എന്നത് സ്വപ്നമായി തുടരുന്നു. നമ്മളെ താൽക്കാലികമായിട്ട് വെക്കാൻ കോടതി ഉത്തരവുണ്ടായിട്ടും സർക്കാർ അംഗീകരിക്കുന്നില്ല. ആ താൽക്കാലിക പോസ്റ്റ് താൽക്കാലികമായിട്ട് നമ്മളെ വെക്കാനാണ് കോടതി ഉത്തരവ്. അതിനെയാണ് ഇപ്പോൾ സർക്കാർ സ്റ്റേ ചെയ്തിട്ടില്ലേ. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ നമ്മൾ 4-5 ലക്ഷം റുപ്യ മുടക്കി സുപ്രീം കോടതിയിൽ കേസ് പോയിട്ടുണ്ട്. ഈ 4-5 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ സാധാരണക്കാർ കല്ലും വണ്ടി പോയിട്ടും പിന്നെ നാടൻ പണിയെടുത്തൊക്കെയാണ് ഈ വക്കീലിന് കൊടുക്കുന്ന പൈസ. സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന CPO ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെയും സമാന അവസ്ഥയാണ്. റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഒരു ഉറപ്പും സർക്കാർ നൽകുന്നില്ല. 25-ാമത്തെ വയസ്സ് മുതൽ PSC എഴുതാൻ തുടങ്ങിയതാണ്. പിന്നെ എന്നിട്ടാണ് 2014 നോട്ടിഫിക്കേഷനിൽ 2015 എക്സാം കഴിഞ്ഞിട്ട് 2018 നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് ആദ്യമായിട്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് 93-ാം റാങ്കുകാരനാണ്. നമുക്ക് 2024 ജോലി കിട്ടിയിട്ടില്ല. കോടതിയെ സമീപിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞാണ് സർക്കാർ പ്രതിരോധം. അപ്പോഴും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിൽ യാതൊരു കുറവുമില്ല. സർക്കാർ ജോലിക്കായി പരീക്ഷ എഴുതി വിജയിക്കുക മാത്രമല്ല, സമരം ചെയ്യേണ്ട ഗതികേടിലാണ് PSC ലിസ്റ്റിൽ ഉൾപ്പെട്ട നിരവധി പേരുടെ അവസ്ഥ. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.